പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുവചനം അല്പസമയം നമുക്ക് ധ്യാനിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വസ്ത സാക്ഷി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് വിശ്വസ്തത. യേശുവിൻ്റെ ജീവിതത്തിൽ ആ വിശ്വസ്തത അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു, മാനുഷികമായ അവസ്ഥയിൽ. അതുകൊണ്ട് ഇവിടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ ഒന്ന് ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയാണ്. കാരണം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഈ ഭൂമിയിൽ ജനിച്ച ഈശോ ആ പിതാവിൻ്റെ മുമ്പിൽ മരണം വരെ, കുരിശുമരണം വരെ വിശ്വസ്തനായിട്ട് തന്നെ ജീവിച്ചു, വിശ്വസ്തയോടുകൂടി പെരുമാറി എന്നത് വലിയൊരു സത്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പ്രകാരം പറയുന്നത്, വിശ്വസ്ത സാക്ഷി, മൃതരിൽ നിന്നുള്ള ആദ്യജാതൻ, മരിച്ച് ഉദ്ധാനം ചെയ്ത എന്ന് പറഞ്ഞാൽ സ്വയം ഉയർത്തെഴുന്നേറ്റു. ഈശോ മരിച്ച പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട്, നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്വയം മരണത്തെ അതിജീവിച്ച് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ കുരിശു മരണത്തിലൂടെ തകർത്തുകൊണ്ട് ആ മരിച്ചവരിൽ നിന്ന് സ്വയം ഉദ്ധാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തൻ. അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നത്, മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ. ഭൂമിയിലുള്ള സകല രാജാക്കന്മാരുടെയും അധിപൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് സഭ രാജാക്കന്മാരുടെ രാജാവ്. അനേകം മേഖലകളിൽ നമുക്ക് കാണാൻ രാജാക്കന്മാരുടെ രാജാവ്. സങ്കീർത്തനങ്ങളിലൊക്കെ ഇത് മുഴുനീളം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം രാജാക്കന്മാരുടെ രാജാവാണ്. അപ്പം യേശുവിനെ രാജാവാക്കാൻ വേണ്ടി ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ രാജാവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പരിശ്രമിച്ചു. എന്നാൽ യേശു സ്നേഹത്തിൻ്റെ രാജാവാണ്. സ്നേഹം പങ്കുവയ്ക്കുവാൻ, ജീവൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, പാപം മൂലം മരണപ്പെട്ട ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ജീവൻ കൊടുക്കുവാൻ, മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആദ്യജാതനാണ് നമ്മുടെ കർത്താവ് ഈശോ. തുടർന്ന് പറയുകയാണ്, രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. അപ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും ഒഴുകുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ യേശുക്രിസ്തു വിശ്വസ്തനും സത്യവാനും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭകനുമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു വിശ്വസ്തനാണ്, സത്യവാനാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭകനുമാണ്. ദൈവം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ആരംഭത്തിൽ തന്നെ യേശുക്രിസ്തുവും ഉണ്ടായിരുന്നു.
പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണമേ. ഈ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും നാഥനും കർത്താവിൻ രാജാവുമായി നാം ഓരോരുത്തരും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്തത ഇന്ന് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ? എൻ്റെ സാമൂഹികമായ ചുറ്റുപാടുകളിലും, ഞാനായിരിക്കുന്ന കൂട്ടായ്മകളിലും, ഞാനായിരിക്കുന്ന ദേശം, എൻ്റെ ഇടവക, ഞാനുമായി ബന്ധപ്പെട്ടു പോകുന്ന ജോലി മേഖല, ഇവിടെയൊക്കെ എനിക്കൊരു വിശ്വസ്ത ജീവിതം നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഞാനൊരു ശുശ്രൂഷ മേഖലയിലാകാം. അത് ഏത് ശുശ്രൂഷയാണോ ആ ശുശ്രൂഷയിൽ ഞാനൊരു വിശ്വസ്ത ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകണം. ആ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് വിശ്വസ്തത. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ആ ഫലത്തിന് വേണ്ടി, അത് നമ്മളിൽ നിന്നും ഒഴുകുവാൻ വേണ്ടി നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് വിശ്വസ്തനും സത്യവാനും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭകനുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് കൃപയും സമാധാനവും ലഭിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ആത്മാവിൻ്റെ ഫലമാകുന്ന വിശ്വസ്തത കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.